വാർദ്ധക്യ പുരാണങ്ങള് കാലത്തന്നെ ഓട്ടം തുടങ്ങിയിട്ടാ. എന്തുട്ടിന് വയസ്സങ്കാലത്ത് ഫ്രീക്കാവാനൊന്നല്ല. ഗഡിയോൾക്കൊരു ചങ്കുണ്ടായിരുന്നു, പാക്കരൻ. അങ്ങേർക്ക് ഏതോ ബോധോദയം ഉണ്ടായപ്പോ നാട് വീടൊക്കെ വിട്ട് സ്കൂട്ടായി. പാക്കരന്റെ മോൻ ഗോപാലനെ ഇപ്പൊ പെണ്ണ് കെട്ടിക്കുന്നു പറഞ്ഞ് പെണ്ണ് കാണാൻ കൊണ്ട് നടന്ന് കയ്യിൽ കിട്ടണമെന്നൊക്കെ വാരി വലിച്ച് തിന്നുണ്ടാക്കിയ കൊളസ്ട്രോള് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ഓട്ടം. ഈ പണി നമുക്ക് പറ്റില്ല. മാസത്തിൽ 2 സോഡാണെന്ന് പറയാ ഡെയിലി വാ. ആരെ കുറിച്ചാ പറയാ? ഇവനെ കുറിച്ചാ. ഇവനത് പ്ലാൻ ചെയ്ത തന്നെ. എന്നിട്ട് ഇവന്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക അവിടെ. നല്ല ആളാ. എന്നിട്ട് നമ്മള് ഇവിടെ കഷ്ടപ്പെടുക. അതന്നെ ബിജു, 4 ചായ, ഒരു പാലും വെള്ളം. അല്ലടാ, എവിടുന്നടാ ഈ മുറയുള്ള പനിയെ കിട്ടിയ? മുറയുള്ള പനിയെ മാത്രമല്ല ബ്ലൗസിലുണ്ട് കാണാതിരിക്കും. ഈ ചെറിയ ചെലവ് കൊടുത്ത് വലിയ ചെലവ് പാൽവെള്ളം കുട്ടി കൊടുക്ക്. ചേട്ടന് ഇപ്പോഴുണ്ടോ ഞപ്പി ഞപ്പി കുടിക്കാൻ വേണ്ടി പറ്റിട്ട്? അവന് എന്നൊരു പെണ്ണ് അതുകൊണ്ട് അതിന്റെ തിരക്കില്ല. പറഞ്ഞ പോലെ അവന്റെ പെണ്ണാണല്ലേ. ഇതാണ് നമ്മുടെ ഗോപാലൻട്ട. 5 കാരണന്മാരുടെ 5 അഭിപ്രായം കൊണ്ട് 32 പെണ്ണ് കാണല് ചൂറ്റിപ്പോയി നമ്മുടെ പാവം ഗോപാലൻ. അമ്മ മരിച്ച പിന്നെ ഗഡി ഒറ്റയ്ക്ക. പിന്നെ നമ്മുടെ കാരണന്മാരാണ് ഗോപാലിൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അവരുടെ കൂടെ കൂട്ടുകൂടി നടന്നേ ഇപ്പൊ ഗോപാലനും ചെറുതായിട്ട് വയസ്സായി തുടങ്ങിയോന്നൊരു സംശയം. ഇന്ന് ഗോപാലന്റെ 33ാമത്തെ പെണ്ണ് കാണുള്ള. ഇതെന്തായാലും നടക്കും, നമുക്ക് നോക്കാലോ. മാമങ്ങട് പറഞ്ഞോ, ഞാൻ വരുന്നു. അച്ഛാ കിട്ടിയാ? ആ ഉറുമ്പിന്റെ കൊറേ കടി കിട്ടി. അപ്പൊ ഇതുവരെ കിട്ടിയില്ലേ? ശരിയാക്കിയാ ആ പടി പോയി മോളെ. ഒരു കല്ല് കിട്ടിയാല് വേഗം ശരിയായി. കിട്ടി. വീണു. മാങ്ങപ്പടി അല്ല, അവന്ന് പെണ്ണാണാൻ പോയില്ലേ? നേരത്തെ എണീക്കണൊക്കെ കണ്ടു, പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. മിണ്ടാണ് നട്ടാ. 3 മക്കളുണ്ട്. അടുക്കള പണി മൊത്തം എനിക്ക്. ഈശ്വര, തേങ്ങയാണോ കണ്ടുപിടിച്ചത്? തേങ്ങ
വിനോജ് ചായ ഒന്നല്ല. നീ മിണ്ടാണ്ടിരുതാട്ടാ, അല്ലെങ്കിൽ തന്നെ വിളിക്ക് തലയ്ക്ക് പ്രാന്ത് വന്നിരിക്കുക. വായന്ന് പോലും കേക്കട്ടെ. അച്ചാച്ചന് കാശ് കൊടുത്ത് മേടിച്ചോളത് വെറുതെ കിട്ടുന്നുണ്ട്. മേലാക്കം ചോദിച്ചിട്ടാ. ആ ചായ ഒന്നല്ല. സുരേഷേട്ടാ ചായ. അതെ, രാത്രി കുപ്പി പൊട്ടിച്ചാൽ മതി കേട്ടാ. എനിക്ക് പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും റെഡിയാട്ടാ. നീ സാധനം മേടിച്ചു വെച്ചേ മതി. വായിക്കണ്ടാ. കോലട്ടാ ആനക്കട ചെന്നിട്ടേ പലചരക്ക് നടത്തുന്ന പ്രകാശമുണ്ട്. അവളെ വീട്ടിൽ ചെല്ലുക, എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവളെ ചെല്ലുക, കല്യാണം ഉറപ്പിക്കുക, പോരുക, എല്ലാം സെറ്റാണ്. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. 32 പെണ്ണ് കാണാൻ പോയതല്ലേ, ഒന്നും ശരിയായില്ലല്ലോ. അത് ഇവരെ കൊണ്ടുപോയിട്ടാ. ഇത് കോവലട്ടൻ തന്നെ പോയാൽ മതി. അല്ലട പോകില്ല, കുട്ടിയുണ്ട്. അല്ല, ഇവർക്ക് കുറച്ച് കൗതുകം കൂടുതലേ. ഗോപാലനായിട്ട് നല്ല നിറമുണ്ട്, നല്ല ഉയരമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്. എന്തിന് ഗോപാലൻ ജീവന്റെ ജീവനാണ്. ഓ, അവരുടെ നാണം നോക്കിയേ. ഓടി പൊട്ടിട്ടാല് കാണപ്പെടും. നാണം നോക്കിയേ. നിന്റെ അച്ഛനല്ലത്. ഇയാളെ കൊണ്ട് വലിയ തോയിരിക്കടണ്ട. ഞാനേ ഇയാളെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വയ്ക്കും. ഞാൻ നമ്മുടെ മറ്റേ സാധനം ബിഡി നല്ല ക്യാമറ പണി നോക്കി. അതെ കുട്ടി, പലചരക്ക് കട നടത്തണം. പ്രകാശേട്ടൻ്റെ വീട് ഇവിടെയാണ്. ഇതിലെ വണ്ടി പോവില്ല കേട്ടോ, അതെ കുറച്ച് നടക്കാണ്ട്. ശരി. എന്ത് ചേട്ടാ കാര്യം? ഞാനേ പ്രകാശന്റെ മോളെ പെണ്ണ് കാണാൻ വന്നതാണ്. ആഹാ, എന്നെ കാണാൻ വന്നോ? അയ്യോ, കുട്ടീനെയാണോ കാണാൻ വന്നത്? അയ്യോ, ഇത് ഞാൻ വിളിക്കണം. സാറില്ലേ, ഞാൻ വിളിക്കണം. സാറില്ലേ, എന്താ പേര്? സഞ്ജന. ഞാൻ ഗോപാലൻ. അല്ല, ഗോപാലൻ എന്ന പേര് എല്ലാവരും സ്നേഹമുള്ളവരൊക്കെ ഗോപാലൻ എന്ന് വിളിക്കും. കുട്ടി എന്താ ചെയ്യണേ? ഞാൻ വീട്ടൊക്കെ ചേട്ടനോ? അതല്ലേ, ഞാൻ 9ൽ തോൽക്കുന്നു മനസ്സിലായപ്പോ 8ാം ക്ലാസ് കഴിച്ചപ്പോ പഠിത്തം നിർത്തി. പണ്ടത്തെ 8ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡിഗ്രിയാ. അത് ഈ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണില്ല. എനിക്ക് 33. എന്റെ 33 പെണ്ണുള്ളത്. അമ്മ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ മരിച്ചുപോയി. പിന്നെ അച്ഛനൊരു 2 വർഷം മുമ്പ് നാട് വിട്ടുപോയി. ഏതൊരു ജോലിച്ചും പറഞ്ഞു അത്രേ, അച്ഛൻ കാരണം എനിക്കെന്തോ വലിയ ദോഷം സംഭവിക്കുന്നുണ്ടെന്ന്. അപ്പൊ പുള്ളിയുടെ അന്വേഷിച്ചു പോയി. അച്ഛനറിയില്ലേ ഇതെന്നെ പെണ്ണാണ് വന്നാളാ? ഒരു ബക്കറ്റ് വെള്ളമായിട്ട്. അല്ല, ഞാൻ വരുന്ന വഴിക്കൊന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. എവിടേക്ക് ബക്കറ്റ് ആയിട്ട്? അയ്യോ, ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന. അല്ല, ഈ പെണ്ണ് കാണുന്ന കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ. അല്ല, ജയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഏത് ചേട്ടൻ? നമ്മുടെ കാഞ്ഞാണിയിലുള്ള ജയൻ.
അതെ ചേട്ടാ, ഇവിടെ ഇപ്പൊ തൽക്കാലം പെണ്ണ് കാണാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി എങ്ങനെ ആവുമ്പോ ഞാൻ അറിയിക്കാം. ചേട്ടനാ വിളിക്കണോ? ആ, ഒരു 5 മിനിറ്റ് ഞാൻ തരുന്നു. ചേട്ടാ പോവാ. അച്ഛാ ഇറങ്ങോ? ശരി എന്നാ. ചേട്ടാ വണ്ടി ഞാൻ എടുക്കാം. ഇത് ചേട്ടൻ്റെ വണ്ടിയാണോ? അല്ല, അടുത്ത വീട്ടിലെ പയ്യൻ്റെ. ഇതെന്താണ് സംഭവം? നീ അല്ലാതെ ഇത്രയും നാറി കളി വേറെ ആരും കളിക്കില്ലെന്ന് എനിക്കറിയാം. അതേടി, ഞാൻ തന്നെയാണ് നിന്റെ വീട്ടിൽ പോയിട്ട്. എനിക്ക് നിന്നെ ഇഷ്ടം പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? എനിക്ക് എന്ത് യോഗ്യതയല്ലേ എന്നല്ലേ? നിന്റെ യോഗ്യതയ്ക്ക് പറ്റിയ ചെറുക്കം തന്നെയാ അത്. പഠിപ്പില്ല, സൗന്ദര്യമില്ല, കയ്യിലാണെങ്കിൽ 10ന്റെ പൈസ ഇല്ല. 35 വയസ്സായി, പടുക്കിളവൻ. എടി, ആളുടെ യോഗ്യതയ്ക്ക് പറ്റിയ ആളിനെ നീ അത് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാ ആളെ നിന്റെ അടുത്തേക്ക് വിട്ടത് തന്നെ. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ആ ചേട്ടനൊരു മനസ്സിലെ നിന്റെ വൈരാഗ്യബുദ്ധിക്ക് കരുവാക്കുള്ളതാണോ ചേട്ടൻ? ആ മനുഷ്യനെ എത്ര വേദനിച്ചിട്ടുണ്ടാവും നീ ആലോചിച്ചോ? എന്ത് മനുഷ്യനാണോ നീയൊക്കെ? വൃത്തിയായിട്ടവനെ. ഞാനും നീ നമ്മുടെ പ്രശ്നത്തിൽ വേറൊരു മനുഷ്യനാണ് ഇവിടുത്തെ. ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണം, കുറച്ചെങ്കിലും. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിനക്ക് അവനെ 2 പൊട്ടിച്ചിട്ട് വേണ്ട പറയാൻ. എന്താ നീ മണക്കുണാഞ്ചനാ നീ? അതിന് ഇവൻ വലിയ സമാധാന പ്രിയനല്ലേ? ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചോദിക്കേണ്ടി വരും. അവരിങ്ങോട്ട് വരട്ടെ, നമുക്ക് ചോദിക്കാം. എന്തേ പെണ്ണ് കാണാൻ നമ്മളാരും ചെല്ലണ്ട, അവൻ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. അല്ലെങ്കിലേ തന്നെ അവൻ പണ്ട് ഉടായ്പിൻ്റെ ആളാ. കൂട്ടുകാരൊക്കെ കൂട്ടുകാരന്നെ. നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ല, അതെന്തായാലും നടക്കണ കേസല്ല. അവൻ വരുമ്പോ എന്തായാലും ചോദിക്കണം നമുക്ക് കേട്ടോ. അവിടുത്തെ കാളകള് ഗംഭീരായിരുന്നിട്ടാ. എന്താണ് ഒരു കൂടാതിനോടാ? ആ വാഴപ്പള്ളി ആ കുതിരവാലം നനക്കി. കുതിരവാലൊക്കെ ഞാൻ നനച്ചിട്ടുണ്ട്. നീ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. എന്ത് പ്രശ്നം? നിനക്കറിയില്ല കാര്യം? നിനക്കറിയില്ല എന്ന് പറയണേ? ജയൻ, ഈ ഒരു മാതിരി പൊട്ടം കളിക്കല്ലേട്ടാ. നിന്റെ മോനൊരുത്തൻ കാരണം ആ ചെക്കപ്പ് ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ. നിങ്ങൾക്ക് കാര്യം പറയടോ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നല്ലേ? ഒരു പരിഹാരമില്ല. ഇങ്ങാരുടെ മകനുണ്ടല്ലോ, അവന്റെ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കും. മതി, ഒരാളെനിക്ക് വേണ്ടി സംസാരിക്കണ്ട. സംസാരിച്ചതും ഗുണദോഷിച്ചതും ഉപദേശിച്ചതും ഒക്കെ മതി. ഇനി ഒരെണ്ണത്തിന് ആ പരിസരത്ത് കാണരുത്. ഞാൻ കല്യാണം കഴിച്ചില്ലേ നിങ്ങൾക്ക് എന്താ? ഇനി പെണ്ണ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്ന ഒരാളെ പടി ചവിട്ടിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെട്ടാ, ഇപ്രാവശ്യം ഞാൻ കൃഷ്ണാവും. ആരെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ കൃഷ്ണാവും. കൃഷ്ണനെ ആദ്യം എന്തുള്ള നീ ആയിക്കോ. നിന്റെ സാധനം നീ കൊണ്ടുവന്നോളൂ. നാളെ വന്നിട്ട് മയിൽപ്പീലില്ല ഓടക്കുഴില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ. ഏത് പുലർച്ചെ 2 മണിക്കല്ല ഇറങ്ങണം കേട്ടാ.
അല്ലെങ്കിൽ പണി പാളൂടാ. 2 മണിക്ക് പോണത് കൊള്ളാം. കൃഷ്ണൻ ഇവനാണെങ്കിൽ ബലരാമൻ ഞാനായിരിക്കട്ടാ. തന്റെ അനിയനല്ല അത്. എന്താടാ എന്ത് പ്രശ്നം? കൊളക്കടനെ അടിച്ചിട്ടേ നമ്മുടെ അച്ഛനെല്ലാരും കൂടി വട്ടട്ടടിക്കിനി. ഞാൻ കയ്യിൽ കിട്ടിയതെടുത്ത് തലക്ക് അടിച്ചു. എനിക്കറിയില്ലേ. നീ തൽക്കാലം അവൻ്റെ വീട്ടിൽ പോയി നിൽക്ക്. എന്തിന്? എനിക്കാരും പേടിയൊന്നുമില്ല. എന്റെ അടുത്ത് കളിക്കാൻ നോക്ക്, ഞാൻ കുത്തി വളർത്തും. പുലിയോ എല്ലാം കണ്ടു വണ്ടി കയറിയ ചേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാട്ടാ, എനിക്കാരും പേടിയില്ല. വിഷുവായിട്ട് എല്ലാവരും കൂടി കൂടാന്ന് വിചാരിച്ചതാ. ഈ കുരുത്തം കെട്ടാൻ കാരണം എല്ലാവരും സമാധാനം പോയി. 2 കുട്ടികളായപ്പോ മതിയെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ്. അപ്പൊ നിനക്ക് പെൺകുട്ടി വേണം എന്ന് വലിയ തുള്ളല്ലായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ? അനുഭവിച്ചോ? അല്ലാണ്ട് ഞാനിപ്പോ എന്തുകൊണ്ട് പറയാ? അവനെ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും. പാപ്പനൊരു വീഡിയോ വെച്ചപ്പോ കഞ്ചാവ് എടുത്തോട്ട് അവിടെ ബോധമില്ലാണ്ട് കെടുക്കണ്. ഷിബു കുഴപ്പമൊന്നുമില്ലടാ, തലയിൽ 3 സ്റ്റിച്ചുണ്ട്. ഇപ്പൊ ആളൊക്കെയാ. കുളത്തില് തിന്നു വേണമെന്ന് ആശ്വാസമായി. പിന്നെ ബീനച്ചൊരു കാര്യം, പിള്ളേരെ തല്ലി വളർത്തുന്ന സമയത്ത് തല്ലി വളർത്തണം, അല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കൂട്ടാ. ഇപ്പൊ നമ്മുടെ കോവാലായ കാരണം. ഷിബു പറഞ്ഞിട്ട് കാര്യമില്ലടാ, നമ്മുടെ പിള്ളേരെ ഭാഗത്ത് തെറ്റ്. ഇതെന്താ പറ്റുന്ന വെള്ളത്തിലൊന്ന് തെന്നി വീണതാണ്. തെന്നി വീഴാൻ ഇയാളൊരു തന്റെ അലിതാമന കിട്ടുള്ളൂ ഈ ജാതിമാരി. കഞ്ഞിട്ട് പാഷണം തലക്ക് കൊടുക്കും. എന്റെ മോളാലോചിച്ചിട്ടോ. കുറച്ചേരം സ്വസ്ഥായിട്ട് എടുക്കും. ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ. ഇതിന്റെ ആവശ്യം ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. വീട്ടിൽ ഞാനൊരു കാര്യം പറയാട്ടോ. അവന് ചോദിക്കാനും പറയാൻ ആളില്ലാന്ന് വിചാരിച്ചിട്ട് അവന്റെ മേലെ കുതിരകയറ്റം. ചോദിക്കാൻ പറയാൻ ആളുണ്ടോന്നേ ഇന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കാം. അവൻ എന്തായാലും ഈ വഴി കൂടെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അവൻ വരട്ടേന്ന്. അല്ല, സത്യത്തിൽ എന്താ പ്രശ്നം? സത്യത്തിൽ എന്താ പ്രശ്നം എന്നുള്ളത് നീ പൃഥ്വിരാജിനോട് പോയി ചോദിക്കും. എന്നോടല്ലേ ചോദിക്കാം. വന്നടി എന്നൊരു പൊട്ടടി. അതിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞു എനിക്ക് പേടിക്കാന്ന്. ധൈര്യമായിട്ട് എടുത്തോങ്ങട്. ഗോകുലൻ നീ ഒരു ജാതി മറ്റേടത്തെ പരിപാടി കാണിച്ചു കേട്ടാ. നിനക്ക് കുരങ്ങ് കളിപ്പിക്കാനുള്ളതല്ല ഞങ്ങളുടെ ഗോപാലൻ, മനസ്സിലായോ? നിനക്ക് ഇവനെ കൊണ്ടുപോക്കോ അല്ലെങ്കിൽ പടം എന്റെ അടുത്ത് കളിക്കാനല്ലോ ഒക്കെ ഞാൻ കുത്തി മറക്കും. നീയൊന്നും മിണ്ടാണെന്നേ. അവൻ കഞ്ചാവ് പിടിച്ചിട്ട് പിച്ചും പയ്യൻ പറയുന്നതിനനുസരിച്ച് നീ കിടന്നതുള്ള ഞാൻ ആരാന്ന് അച്ഛനെ വിളിച്ച് വീട്ടിൽ വന്നേ. നിന്നോടാണ് വണ്ടി കിട്ടാൻ പറഞ്ഞേ. നീ ഇവിടെ നിർത്തിയാരല്ലോ പിന്നെ അടി കിട്ടിയേ.
കഞ്ഞി കൊണ്ടുവച്ചിട്ടുണ്ട് എന്തായിരിക്കണല്ലേ അവൻ കഞ്ഞി കുടിച്ച മോളെ അതെ ഈ കഞ്ഞി കൊടുക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിച്ചോണ്ടാ ഇവരൊക്കെ തീറ്റി പോറ്റി കഴിഞ്ഞാലേ ജീവിതകാലം മുമ്പ് നമ്മൾ ചക്കൂലല്ലേ ചേച്ചിയുടെ ഭർത്തവനെ നോക്കില്ലാട്ടാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട തിളച്ച വെള്ളരിക്കണേ തലവെള്ളി തൊഴിക്കും ഞാൻ അവളെ പറഞ്ഞത് പോലെ കുറച്ച് കഴിഞ്ഞിരിക്കട്ടെ മോളെന്താ ഇവിടെ ഇരിക്കണേ? അച്ഛനെ എവിടെയല്ല നോക്കി കഴിച്ചോ? എന്തേ? ഒരാൾക്കൊരു ഉത്തരവാദിത്തമില്ലാട്ടാ. 1 മണിക്കൂറായി ഞാൻ അവിടെ ഒളിയും കെട്ടി നിൽക്കുന്നു. 2 മണിക്ക് വരാൻ പറഞ്ഞതാ. ഇനി അവർക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കായാലും പോവാം. കഴിഞ്ഞാടാ നിങ്ങളുടെ ഒരുക്കങ്ങൾ ഇതുവരെ. ഇതെന്താ 2 കൃഷ്ണ ഫ്ലൂട്ട് 200 രൂപ. ഞാനാ കൃഷ്ണൻ. ഞാൻ ബലരാമൻ. അതുകൊണ്ടാവും നീ ബലം പിടിച്ച് അതെ അതിന് ഗോപലന്റെ വീട്ടിൽ കയറാട്ടാ. 500 എല്ലാ കൊല്ലം തരാറുണ്ട്. ഇപ്രാവശ്യം ബലരാമനുണ്ട്. നമുക്ക് 1000 കുത്തിന് പിടിച്ച് മേടിക്കാലോ. ഗോപാലാണ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ് കേട്ടത്. ഞാൻ കേട്ടതാണ്. ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഉറപ്പൊന്നുമില്ല. ഗോപലയുടെ സീരിയസ് ആയി എടുക്കാണ്. ഒന്ന് പോയാലോ അവിടുന്ന്. ഞാൻ കൃഷ്ണ എവിടെ എനിക്ക് കുരുപിടി തുടങ്ങിയതാട്ടാ. നീ നോക്കിക്കോ, വാതിൽ തുറക്കുമ്പോ ഗോപാലൻ കൈതപ്പൂ വിരിഞ്ഞിക്കണ പോലെ ചിരിച്ച് നിൽക്കണ്ടാവും. അതെ നേരില്ലാത്തടത്ത് വന്നാട്ടെ. ഒരു 1/2 ലിറ്റർ അടികളെ കാറ്റാണോ? ഗോപലണ്ണ കാണാനില്ല. ഇപ്പൊ ഉണ്ടാകലം പറഞ്ഞാൽ ഗോപലണ്ണ വടിയാ. വടിയായാലും എന്താൾക്ക് കൃഷ്ണൻ ബലരാമനെ വന്നല്ലേ വാലൊന്നേ. എന്താ കൃഷ്ണ നീ എന്റെ ഇപ്പുറത്തേക്ക് ബലം പിടിച്ചിട്ട് ബലരാമല്ലേ വിളിച്ചതാ. കണി 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 ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ദൈവത്തിന് വന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. ഇപ്പൊ എന്തായി? ഇതിപ്പോ ആകെ പുലിവാലായല്ലേ. ബലരാമൻ ഇത്ര ബലമുള്ള എന്ത് ബലരാമനാണ് അവൻ. എന്തിനാ പെൺകുട്ടിയുടെ പ്രശ്നം? അവളെ ആമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ഇന്നലെ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നു. ചേക്കിട്ടത്തിന് ആക്കി വരണ്ട കൊടുത്തു ഞാൻ. എൻ്റെ അടുത്ത് അവിടെ കളി. അവള് ഇന്നലെ പല്ലു എടുത്തിരിക്കിടുന്ന് ഉറങ്ങിണ്ടാവില്ലേ? പല്ലുവേനിക്ക് എരിക്കില്ല നല്ലതാ. വേലിയിൽ അവിടെ ഉണ്ടാവും. മാമ എവിടേക്കാ? ചക്ക കൊണ്ട് കൊടുക്കാൻ. പോരില്ലടോ. ഇന്നും പുട്ടാണല്ലേ?
അതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ ഗോപാലിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ഒരു പണിക്കരോട് വരാൻ പറഞ്ഞു. നമ്മുടെ ശമ്പു പണിക്കര്. ആ ആളാണോ? അത് ശരി, പറന്നു പോകുന്ന കോഴീനെ ചുട്ടിനുള്ള ആളാണ്ടായിട്ടില്ലേ? ഗംഭീരാണല്ലോ, പണിക്ക് വരട്ടെ. അപ്പോ നിങ്ങൾ പറഞ്ഞതിനേക്കാളും അരമണിക്കൂർ മുമ്പ് ഞാനിവിടെ എത്തി. കാരണം എന്താ? ഉത്തരവാദിത്തം ഉണ്ടാവണം. ഉത്തരവാദിത്തം ഉണ്ടായാൽ എല്ലാ കാര്യവും നടക്കും. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എന്താ നിങ്ങളുടെ പ്രശ്നം? പണിക്കരെ 10-33 കല്യാണം അവൻ്റെ ആലോചിച്ചതാണ്, ഒന്നും നടന്നിട്ടില്ല. എന്തു തൊട്ടാലും പ്രശ്നത്തിലാണ് കലാശിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ കെട്ടായിട്ട് വന്നിരിക്കുന്നത്, ഇത്ര സ്റ്റിച്ചാണെന്ന് അറിയും. അവൻ്റെ അമ്മയാണെങ്കിൽ 2 വർഷം മുന്നേ മരിച്ചു, അച്ഛൻ നാട് വിടുകയും ചെയ്തു. ഇനി ആകെ താങ്ങും തണലെന്ന് പറയാൻ ഞങ്ങൾ ഈ പേരേ ഉള്ളൂ. എന്ത് തൊട്ടാലും ഈ ദോഷത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഒന്ന് പണിക്കരൊന്നും ഗണിച്ചു നോക്കിയിട്ട് പറ. നാളെ പറയൂ. നാള് പറയാൻ എളുപ്പ, എഴുതാനാ പാട്. പൂരുരുട്ടാതി അല്ലേ? സമയവും സാഹചര്യം ശരിയല്ലല്ലോ. ധർമ്മവും ചെയ്തിന ധർമ്മ, സത്യം ചെയ്തിനാമൃതം, ക്ഷമ ചെയ്തോ ക്രോധോ വിഷ്ണു ചെയ്തി അസുര. അതായത് ക്രോധം ജയിക്കില്ല, ക്ഷമ ജയിക്കും, വിഷ്ണു ജയിക്കും, അസുരൻ തോൽക്കും. ഞാനീ പറഞ്ഞു വന്നത് ഇതിന്റെ ചില കാരണങ്ങൾ മാത്രമാണ്. ഈ കുട്ടിയുടെ മുഖം നോക്കി എന്തൊരു ഐശ്വര്യമായിരുന്നു. പന്ത് തട്ടണ പോലെ നാട്ടിൽ തട്ടിണ്ടാവും ഇല്ലേ? ഉറപ്പന്നെയാ അങ്ങനെ കാണുന്നത് ഇപ്പോ. ദേ ശുക്രന്റെ മേലില് കേതു കിടന്ന് കളിക്കുക. കേതു ഖേദം, ദുഃഖം. ദുഃഖമാണുണ്ണി യാതൊരു താരം മൂഴിയിൽ എന്നല്ലേ പ്രസിദ്ധ കവി ആർദോപം പറഞ്ഞിട്ടുള്ളത്. അപ്പോ നാളെ പൂരുരുട്ടാതി, പേര് കോവാലൻ. കോവാലൻ. പേരും നാളെ അവിടെ ചേരുന്നില്ലോ. കണ്ടകശനി കൊണ്ടേ പോവോ? കിട്ടുന്നില്ലേ ഓരോന്നോരോന്ന്? ഇതന്നെയാണ് ആ പേരിന്റെയും നാളിന്റെയും ഗുണം. കണ്ടോ എവിടെ എത്തിയത്? ഇതാണ് അതിന്റെ പ്രശ്നം. ദോഷദോഷേ ജലദോഷേ മതിയോ പണിക്കരെ? ആ കാര്യല്ലടോ. വെള്ളത്തിൽ വീണ്ടല്ലേ ഉണ്ടായിട്ടുണ്ട്. വെള്ളത്തിൽ വീണു അയാള്. അതാണ് ജലദോഷം എന്ന് പറയുന്നത്. ദോഷദോഷേ ജലദോഷേ സംയുക്തേ വർണ്ണേ. പെണ്ണ് കാണാൻ നടക്കുക. ഇനി പെണ്ണ് കാണാൻ പോണ്ട. പെണ്ണ് കാണാൻ കോവാലം പോണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പെണ്ണിന് ഇങ്ങോട്ട് വരും. മലമ്പാമ്പിന് തീറ്റ കൊടുക്കണ്ട, തീറ്റ എത്തും. ദക്ഷിണ ദേശത്ത് നിന്ന് ഒരു സുന്ദരിയായ ഒരു യുവതി ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരും. ഒരു സംശയവും വേണ്ട കാര്യത്തില്, കേട്ടോ? ഈ നേരത്തെ ഒരു കാരണം ഗോപാലേട്ടന്റെ വീട് ഇതല്ലേ? അതെ. ഞാൻ കാവ്യ. എനിക്ക് ഗോപാലേട്ടനൊന്നും കാണണമായിരുന്നല്ലോ. ദക്ഷിണ ഭാഗത്തല്ലേ കുട്ടി വരുന്നത്? അതെ. ദക്ഷിണ വെച്ചോളൂ. എന്തായി? ഞാൻ പറഞ്ഞത് എന്തായി? വിശ്വാസമായോ? വന്നല്ലോ വനമാല. ദാ ഗോപാലൻ. എനിക്ക് ഗോപാലന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കണ്ടായിരുന്നു. ഞങ്ങള് പുറത്തേക്ക് പോണേക്കാളും നല്ലത് നിങ്ങൾ അകത്തേക്ക് പോകുന്നല്ലേ? ആയിക്കോട്ടെ. അല്ല ഇതാര്? നിനക്കൊന്നും അറിയാത്ത പോലെ. അല്ല എനിക്ക് മനസ്സിലായില്ലേ സത്യമായിട്ടും. കള്ള
ഗോപാല സുഹൃതം. ഉദിരം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ. നിശബ്ദം. പന്തിരാണ് കേട്ടോ. അല്ല, എനിക്ക് കുട്ടീനെ മനസ്സിലായില്ല. എന്താ കാര്യം? ഗോപാലേട്ടന് മനസ്സിലായില്ല? ഇല്ല. ശരിക്കും ഇല്ല, എനിക്ക് സത്യമായിട്ടും എനിക്ക് ഒരു പിടുത്തം കിട്ടണില്ല. ഗോപാലേട്ടനെ പെണ്ണുകാരനൊക്കെ വന്നിട്ടുണ്ട്. ഓ ഇപ്പോഴൊന്നല്ല, ഒരു 3-4 വർഷമായിട്ടുണ്ടോ. ഓ പക്ഷെ അന്ന് ഞാൻ കുറച്ച് റഫായിട്ടാണ് പെരുമാറിയത്. അയ്യോ, അതൊന്നും സാരില്ല, അതെനിക്ക് ശീലമായി. അല്ല, അതല്ല ഗോപാലേട്ടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കുറച്ച് കാര്യമുണ്ട്. ഈ സൗന്ദര്യം ഉണ്ടായിട്ടോ പണം ഉണ്ടായിട്ടൊന്നും ജീവിതത്തിലൊരു കാര്യമില്ല. ഏതൊരു പെണ്ണിനാവശ്യം അവളുടെ മനസ്സിനാണെങ്കിൽ ഒരു പുരുഷനാണല്ലോ. എൻ്റെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് പോകാൻ ആ ഒരു ആണിനാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗോപാലേട്ടൻ തന്നെയാണ് എനിക്ക് പറ്റിയ ആള്. പണിക്കൊരു വരെ കല്യാണത്തിന്റെ മുഹൂർത്തം കൂടി നോക്കിട്ട് പോയാൽ മതിട്ട. അതെ 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 അതന്നെ അതന്നെ. അയ്യോ, ഞാൻ കുട്ടി വിചാരിച്ച പോലെയല്ല. എനിക്കങ്ങനെ ആരും ഇല്ല. ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടി ഒരുപാട് സഹിക്കേണ്ടി വരും. ഭർത്താവിനെ സഹിക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ല ഗോപാലേട്ട. ഗോപാലേട്ടൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഗോപാലേട്ടൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ മന്ദിരമില്ല. കുട്ടി വിഷമിക്കല്ലേ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. തിരക്കില്ല, ആലോചിച്ചിട്ട് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. കുട്ടിക്കറിയോ, സത്യത്തിൽ ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കുട്ടിയൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ. ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല. എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇനി എൻ്റെ ഹൃദയത്തിൽ വേറൊരു പെൺകുട്ടിക്ക് സ്ഥാനില്ല. സത്യമായിട്ടും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്നെ തന്നെ കല്യാണം കഴിക്കുമോ? എൻ്റെ ഹൃദയത്തിൻ്റെ നിനക്കെന്നെ കല്യാണം കഴിക്കണോ? അച്ഛൻ നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഈ പട്ടികളെ കൊന്നേനെ. മോൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നമല്ല, പ്രശ്നം ഗുരുതര. അവളെ പെണ്ണ് കാണാൻ പോയിടത്തൊക്കെ ഇവള് അവിടെ വീട്ടിൽ പോയി അടിച്ചോടിക്കില്ല അവളെ പണി. അച്ഛൻ ഇങ്ങനെ അറിഞ്ഞ അവിടെ ഉണ്ടെന്ന്. ഈ വീട്ടിൽ കൂടി നീ വരത്തുള്ളോ? ബാക്കി എല്ലാ വീട്ടിലും നീ പോയിട്ടില്ലേ? പോവാം. ഗോപാലിന് എന്ത് പറ്റിയാലും എന്താ? പോസ്റ്റ്മോർട്ടം ആദ്യം കഴിഞ്ഞില്ലേ?